അന്നത്തെ രാത്രി അവൻ ആ കാട്ടുവഴികളിലൂടെ നടന്നു വരുമ്പോഴായിരുന്നു അവൻ ചില രൂപങ്ങളെ കണ്ടത്. അത് ആദ്യം മനുഷ്യരാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചെങ്കിലും പിന്നീട് അവന് അത് മനസ്സിലായി. അവൻ കണ്ട ആരും മനുഷ്യരായിരുന്നില്ല. മനുഷ്യരല്ലെങ്കിൽ പിന്നെ അത് ആരായിരിക്കും? ഇത് ഒരു ഭീകര കഥയാണ്. എൻ്റെ ഒരു ഫോളോവർ എനിക്ക് പറഞ്ഞു തന്ന അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ കഥ കേട്ടതിന് ശേഷം എനിക്ക് അല്പം വിചിത്രമായി തോന്നിയെങ്കിലും പിന്നീട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ എനിക്കിത് സത്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥ കേൾക്കാം നമുക്ക്. നമ്മുടെ ഗ്രാമങ്ങളിൽ ഇലക്ട്രിസിറ്റിയും അതുപോലെ നെറ്റ്വർക്ക്സ് എല്ലാം വരുന്നതിന് ഒരുപാട് മുന്നേ, ഏകദേശം 1995 കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഫോളോവർക്ക് നടന്ന ഒരു യഥാർത്ഥ കഥയാണിത്. എൻ്റെ ഈ ഫോളോവർ താമസിക്കുന്നത് ഒരു തനി നാട്ടുമ്പുറത്താണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒരു അനിയനും അടങ്ങുന്ന ഒരു കുടുംബം. എൻ്റെ സുഹൃത്ത് മാധവൻ അന്ന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നീട് ജോലിക്കൊന്നും പോവാതെ അച്ഛനെ കൃഷിയിലൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അനിയൻ വളരെ ചെറുതായതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അച്ഛനുമൊപ്പം എപ്പോഴും അവനുണ്ടാവുമായിരുന്നു. എന്നാൽ അവർ താമസിക്കുന്നത് ഒരു 3 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഒരു പാടത്തിന്റെ നടുവിലാണ്. അവരുടെ വീടിന് ചുറ്റുമാണ് അവർ കൃഷി നടത്തുന്നത്. എന്നാൽ അങ്ങോട്ട് ഇലക്ട്രിസിറ്റി തീരെ ലഭ്യമായിരുന്നില്ല. അന്നത്തെ കാലത്ത് വൈദ്യുതിയൊക്കെ പലയിടങ്ങളിലും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മാധവന് കയ്യിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, ഒരു പഴയ സൈക്കിൾ. അദ്ദേഹത്തിന് ആ സൈക്കിൾ വളരെ പ്രിയമായിരുന്നു. അന്നത്തെ കാലത്തെ യുവാക്കൾക്ക് അറിയാമായിരിക്കും, നമ്മളൊക്കെ സൈക്കിൾ ഓടിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ സൈക്കിളിൽ എന്തെല്ലാം അലങ്കാര പണികൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നു, അത്തരം അലങ്കാര പണികളെല്ലാം നമ്മൾ അവിടെ ചെയ്യുമായിരുന്നു. വീലിൻ്റെ അല്ലികളിലുമെല്ലാം നമ്മൾ ചെറിയ ചെറിയ കളർ മുത്തുകളെല്ലാം പിടിപ്പിച്ച് ആ സൈക്കിളിനെ ഒരുപാട് മനോഹരമാക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു ചെറിയ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് മെമ്മറീസാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അനുഭവിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലോ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിട്ടില്ല. അന്നത്തെ കാലഘട്ടം വളരെ മനോഹരമായതുകൊണ്ട് തന്നെ അന്നത്തെ ഗ്രാമവും അന്നത്തെ ജീവിതവും വളരെ വ്യത്യസ്തമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ, അങ്ങനെയുള്ള ഒരു കുടുംബത്തിലായിരുന്നു എൻ്റെ ഈ സുഹൃത്ത് മാധവൻ ജനിച്ചതും വളർന്നതും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മാധവന്റെ അച്ഛന് ഒരുപാട് കൃഷിയുണ്ട്. അതിനു ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും മാധവന്റെ അച്ഛനും അല്ലെങ്കിൽ അതുപോലെ ആ ഗ്രാമത്തിലെയും തൊട്ടടുത്ത ഗ്രാമത്തിലെയും പലരുടെയും കൃഷിസ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ഇലക്ട്രിസിറ്റി ലഭ്യമാവാത്തതിനെ തുടർന്ന് ഒരു 3 ലൈൻ പദ്ധതി അവിടെ നിലവിൽ വന്നു. എല്ലാ രാത്രിയും 12 മണിക്ക് ശേഷം 1 മണി 2 മണി അങ്ങനെയുള്ള സമയങ്ങളിൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വൈദ്യുതി സപ്ലൈ ലഭിക്കുമായിരുന്നു. ആ വൈദ്യുതി സപ്ലൈ ലഭിക്കുന്ന ആ സമയത്തായിരുന്നു അവരുടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ ഓൺ ആവുന്നത്. ആ സമയത്ത് എല്ലാവരുടെയും കൃഷിസ്ഥലത്തിലേക്ക് ജലം ധാരാളം ഒഴുകിയെത്തും. അതിന് രാത്രി സമയങ്ങളിൽ അവൻ്റെ അച്ഛൻ അവിടേക്ക് പോകുമായിരുന്നു. കാരണം വരമ്പുകളൊക്കെ വേർതിരിക്കാനും അതുപോലെ പലയിടങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിടാനുമൊക്കെ അദ്ദേഹം ആ അർദ്ധരാത്രിയിലും പോകുമായിരുന്നു. എന്നാൽ ഒരു രാത്രി അതിന് പകരമായി പോവേണ്ടി വന്നത് എൻ്റെ ഈ സുഹൃത്ത് മാധവനായിരുന്നു. അന്നൊരു കല്യാണത്തിന് വേണ്ടി മാധവന്റെ അച്ഛനും അമ്മയും അനിയനും കൂടെ അവിടെ നിന്നും യാത്ര തിരിച്ചു. അടുത്ത ദിവസം വൈകുന്നേരമാവും അവർ തിരിച്ചെത്താൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്നും കല്യാണത്തിന് പോയത്. ആ കല്യാണത്തിന് പോയതിനു ശേഷം അവനും കല്യാണത്തിന് പോവാൻ ഒരുപാട് വാശി പിടിച്ചിരുന്നു. എന്നാൽ അവരുടെ വീട്ടിൽ ആടും പശുവും അങ്ങനെ ചില വളർത്തുമൃഗങ്ങളെ കൂടി അവർ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സമയാസമയത്ത് ഭക്ഷണവും വെള്ളവും നൽകാൻ വേണ്ടി മാധവനെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് അവൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്നും പോയത്. എന്നാൽ അന്നത്തെ രാത്രി മാധവൻ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ മുന്നോട്ട് നടന്നിരുന്നത്. അച്ഛനും അമ്മയും അവിടെ നിന്നും പോയ സമയത്ത് തന്നെ മാധവൻ അടുത്തുള്ള ഗ്രാമത്തിലെ സൈക്കിൾ ഷോപ്പിലേക്ക് അവൻ്റെ സൈക്കിളിൽ ചില അലങ്കാര പണികളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ കൊണ്ടിട്ടു. ആ കടയിലെ ഉടമ പറഞ്ഞു, നിങ്ങൾ വൈകുന്നേരം മടങ്ങി വരുമ്പോഴേക്കും ഞാൻ ഈ സൈക്കിൾ മനോഹരമാക്കി വെക്കാം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവൻ തിരികെ വീട്ടിലേക്ക് നടന്നു.
വീട്ടിൽ ചെന്നതിന് ശേഷം തൻ്റെ ആടുമാടുകൾക്കെല്ലാം ഭക്ഷണവും വെള്ളവും നൽകി അവൻ ആ സൈക്കിൾ വാങ്ങാനായി അവൻ്റെ വീട്ടിൽ നിന്നും ആ ഗ്രാമത്തിലേക്ക് നടക്കാൻ ആരംഭിച്ചു. ഏകദേശം അവൻ്റെ വീട്ടിൽ നിന്നും ആ ഗ്രാമത്തിലേക്ക് 2 കിലോമീറ്റർ ദൂരമെങ്കിലും ചുരുങ്ങിയതുണ്ടാവും. അങ്ങനെ അവൻ ആ കാട്ടുപാതകളിലൂടെ അങ്ങോട്ട് നടക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഒടുവിൽ അവൻ ആ ഗ്രാമത്തിലെത്തി അവൻ്റെ സൈക്കിളെല്ലാം വാങ്ങി. ആ സൈക്കിൾ കണ്ട ഉടനെ തന്നെ അവന് വളരെയധികം സന്തോഷമായി. കാരണം അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അങ്ങനെ അത്രയും മോടി പിടിപ്പിച്ച ഒരു സൈക്കിൾ അവന് ലഭിച്ചു. അവൻ്റെ അച്ഛൻ നൽകിയ ഒരു 10 രൂപ നോട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു സിനിമ ടാക്കീസിൽ പോയി ഒരു സിനിമ കണ്ടുവരാമെന്ന് അവൻ ചിന്തിച്ച് അവിടെ നിന്നും ഏകദേശം 4-5 കിലോമീറ്ററുകൾ പിന്നിട്ടുള്ള ഒരു ചെറിയ പട്ടണത്തിലേക്ക് അവനൊരു സിനിമ കാണാനായി അങ്ങോട്ട് ചെന്നു. അവൻ്റെ സൈക്കിളിൽ തന്നെയായിരുന്നു അവൻ അങ്ങോട്ട് ചെന്നത്. അങ്ങനെ അവൻ സിനിമയെല്ലാം കണ്ട് അവിടെ നിന്നും തിരിച്ച് മടങ്ങുന്ന സമയത്ത് തൻ്റെ ഗ്രാമത്തിലെത്തിയ സമയത്ത് അവിടെ നിന്നും അവൻ്റെ വീട്ടിലേക്ക് പോകാൻ റോഡ് മാർഗം ഒരുപാട് ദൂരം സഞ്ചരിക്കണമായിരുന്നു. എന്നാൽ വീട്ടിലെത്തി ഉറങ്ങും മുന്നേ ആ ആടുമാടുകൾക്ക് വീണ്ടും ഭക്ഷണം നൽകേണ്ടതിനാൽ അവൻ തിരഞ്ഞെടുത്തത് അടുത്തുള്ള ഒരു എളുപ്പ വഴിയായിരുന്നു. എന്നാൽ ആ എളുപ്പ വഴി ഒരു കാട്ടുപാതയായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു കാട്ടുപാത. അവൻ്റെ അച്ഛനും അമ്മയും പലവട്ടം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നീ എത്ര കുഴപ്പം പിടിച്ച സ്ഥലങ്ങളിൽ ചെന്നാലും നീ ഒരിക്കലും അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഈ ഒരു വഴിയിലൂടെ വരാൻ പാടില്ല എന്ന്. അത് മാധവന് അറിയാമായിരുന്നിട്ടും ആനന്ദ് ആ വഴി തന്നെ തിരഞ്ഞെടുത്തു. എന്നാൽ അന്നത്തെ ദിവസം ഒരു അമാവാസി പൗർണമി നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. മാധവൻ ആ വഴിയിലൂടെ അവൻ്റെ സൈക്കിൾ ചവിട്ടി വരുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ സൈക്കിളിൻ്റെ ട്യൂബ് ചെറുതായൊന്ന് പഞ്ചറായത്. അതിനുശേഷം അവന് അത് മുന്നോട്ട് ചവിട്ടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവൻ്റെ കയ്യിൽ അതെടുത്ത് അവൻ ആ കാട്ടുവഴികളിലൂടെ ഉന്തി നടക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ വഴിയിലൂടെ അവൻ നടക്കുന്ന സമയത്ത് അവന് മനസ്സിൽ നിറയെ ഭയമായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് അവൻ പെട്ടെന്നൊരു കാഴ്ച കണ്ടത്. തനിക്ക് മുന്നിലൂടെ ഒരു വൃദ്ധൻ നടന്നു പോകുന്നു, അതും വളരെ വേഗത്തിൽ. പെട്ടെന്ന് മാധവൻ അദ്ദേഹത്തെ ഒരുപാട് ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ ആ ഒരു ശബ്ദത്തിനൊന്നും അദ്ദേഹം മറുപടി നൽകിയില്ല, മറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. എന്നാൽ ആ സമയത്താണ് മാധവൻ ആ ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഈ കാലഘട്ടത്തിൽ ധരിച്ചിരിക്കുന്ന ആളുകളുടെ വസ്ത്രം പോലെയല്ല. പണ്ട് പ്രാചീന മനുഷ്യർ അതുപോലെ ആദിവാസി വിഭാഗത്തിലെല്ലാം അവർ ധരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം വസ്ത്രം. ശരീരത്തിൽ ഒരു പകുതി കഷ്ണം വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വൃദ്ധൻ്റെ. അങ്ങനെ ആ വൃദ്ധൻ്റെ പുറകെ അവൻ ഓടാൻ തുടങ്ങി. കാരണം രാത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ആ 3 ലൈൻ പദ്ധതി വന്നതിന് ശേഷം പാടങ്ങളിലേക്ക് വെള്ളം ഒഴുകുന്ന സമയത്ത് അത് നിയന്ത്രിക്കാനായി അടുത്ത ഗ്രാമത്തിൽ നിന്നും ഏതെങ്കിലും കർഷകർ അങ്ങോട്ട് വന്നതാവാമെന്ന് കരുതി അവൻ അദ്ദേഹത്തിൻ്റെ പുറകെ തിരിഞ്ഞു നടന്നു. എന്നാൽ അല്പദൂരം ചെന്നപ്പോഴായിരുന്നു അവൻ ആ വിചിത്രമായ കാഴ്ച കണ്ടത്. അവൻ്റെ കൺമുന്നിൽ തന്നെ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ആ രൂപം അവിടെ നിന്നും മറഞ്ഞു പോയിരുന്നു. അത് കണ്ട ഉടനെ തന്നെ അവന് വല്ലാത്ത തരം ഒരു പേടി അവൻ്റെ ശരീരത്തിൽ മുഴുവൻ അനുഭവപ്പെട്ടു. അതിനുശേഷം അവൻ അവിടെ ഒട്ടും നിൽക്കാൻ കൂട്ടാക്കിയില്ല. അവിടെ നിന്നും എത്രയും പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന ആ ഒരു മനസ്സുമായി അവൻ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ അവൻ്റെ സൈക്കിൾ എടുത്ത് ധൃതിയിൽ ഓടാൻ തുടങ്ങി. എന്നാൽ അപ്പോഴായിരുന്നു അവനൊരു വല്ലാത്ത ശബ്ദം കേട്ടത്. ഒരു കാട്ടരുവിയിലോ അല്ലെങ്കിൽ ഒരു വെള്ളക്കെട്ടിൽ ആരൊക്കെയോ കുളിക്കുന്ന പോലുള്ള വെള്ളത്തിലെ ശബ്ദവും കൂടാതെ ചില സ്ത്രീകൾ ഒരുമിച്ച് പൊട്ടിച്ചിരിക്കുന്നത് പോലുള്ള ആ ശബ്ദം വരുന്ന വഴിയിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. എന്നാൽ പെട്ടെന്ന് അവൻ അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. എന്നാൽ കുറച്ചുകൂടി അല്പം മുന്നോട്ട് ചെന്ന് അവൻ അവിടെ നോക്കുമ്പോഴായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെള്ളക്കെട്ടിൽ പമ്പ് സെറ്റിനടുത്ത് ചില പെണ്ണുങ്ങൾ കുളിക്കുന്നതായി കണ്ടത്. ഏകദേശം 5 സ്ത്രീകളുണ്ടായിരുന്നു അവിടെ. മാറിന് മുകളിൽ ഒരു വല്ലാത്ത തരം ഒരു നേരിയ മുണ്ടെടുത്ത് അവർ 5 പേരും അവിടെ അട്ടഹസിച്ച് ചിരിച്ച് കുളിക്കുകയാണ്. തൊട്ടടുത്തായി അവൻ നേരത്തെ കണ്ട ഒരു വൃദ്ധനും കാവൽ നിൽക്കുന്നു. ആ 5 സ്ത്രീകൾക്ക് ആ വൃദ്ധൻ കാവൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ് അന്ന് അവന് തോന്നിയത്. ഇത് കണ്ട ഉടൻ തന്നെ അവൻ അവരെ തന്നെ നിശ്ചലനായി നോക്കി നിന്നു. എന്നാൽ അതേസമയം അവൻ നോക്കുന്നത് ആ 5 സ്ത്രീകളും തൊട്ടടുത്ത് നിൽക്കുന്ന ആ വൃദ്ധനും കണ്ടു.
എന്നാൽ അവൻ ഇവനെ തന്നെ സൂക്ഷിച്ച് തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ മുഖത്ത് ചിരിയൊക്കെ മാഞ്ഞ് ഒരു വല്ലാത്ത തരം ദേഷ്യവും ഒരു വല്ലാത്ത തരം നോട്ടവും തന്നെയായിരുന്നു അവന്. ഇത് കണ്ട ഉടനെ തന്നെ അവന് മനസ്സിലായി അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരും മനുഷ്യരല്ല എന്ന്. പെട്ടെന്ന് അവിടെ നിന്നും അവൻ ഓടാൻ ശ്രമിക്കുന്ന ആ സമയത്ത് അവൻ്റെ കയ്യിൽ നിന്നും സൈക്കിൾ തെന്നി മാറിയിരുന്നു. സൈക്കിൾ അവിടെ കിടന്നോട്ടെ, ഞാൻ ഇവിടെ നിന്നും രക്ഷപ്പെടണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടെ സൈക്കിൾ അവിടെ ഇട്ട് അവൻ അവിടെ നിന്നും ഓടി മറന്നു. അങ്ങനെ വളരെയധികം ഓടി ഓടി അവൻ ആ കാട്ടുപാതയുടെ അതിരും കടന്നു. അവിടെ നിന്ന് അവന് കിതപ്പ് കാരണം അവൻ അവിടെ നിന്ന് പുറകോട്ട് നോക്കി, പുറകിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. എന്നാൽ ആ സമയത്ത് പുറകിലൊന്നും ആരും വരുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അങ്ങനെ അവൻ വീട്ടിലെത്തിയ സമയത്താണ് അവർ വീട്ടിൽ വളർത്തുന്ന ഒരു നായ അവനെ നോക്കി വല്ലാത്ത തരം രീതിയിൽ കുരയ്ക്കുന്നത് കണ്ടത്. അവനെ ആ വീടിനുള്ളിലേക്കും അതുപോലെ അവൻ്റെ പറമ്പിലേക്കോ ആ നായ അവനെ കടത്തിവിടാത്ത പോലെ. ആ സമയത്ത് മാധവന് മനസ്സിൽ വല്ലാത്ത തരം സംശയം തോന്നി. നമ്മുടെ വീട്ടിൽ വളരെ വർഷങ്ങളായി വളർത്തുന്ന ഒരു നായയാണ്. ഞാനിന്ന് ഇവിടെ നിന്ന് പോകും വരെ എന്നോട് വളരെ സ്നേഹമുള്ള ഈ നായയ്ക്ക് എന്ത് പറ്റി പെട്ടെന്ന് ഞാൻ ഈ വരുന്ന സമയത്ത് അത് എന്നോട് ഇങ്ങനെ പെരുമാറാൻ എന്തായിരിക്കാം കാരണമെന്നൊക്കെ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്ത കൂട്ടി. എന്നാൽ പെട്ടെന്ന് കയ്യിലൊരു വടിയെടുത്ത് ആ നായയെ അടിച്ചു വിട്ടതിന് ശേഷം അവൻ വീട്ടിലേക്ക് കയറി. എന്നിട്ട് അവൻ നേരെ ചെന്നത് അവരുടെ കാളകൾ നിൽക്കുന്ന ആലയിലേക്കായിരുന്നു. അവൻ കാളയ്ക്കരികിൽ ചെന്ന് അതിന് വെള്ളം കൊടുക്കുന്ന സമയത്താണ് ആ കാള വല്ലാത്ത രീതിയിൽ ഒരു വിചിത്ര ശബ്ദമുണ്ടാക്കി അവനെ തൊഴിച്ചത്. ഏകദേശം 20 അടി മാറി അവൻ ചെന്ന് പതിച്ചു. ആ സമയത്തും അവൻ ചിന്തിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ വീട്ടിൽ വർഷങ്ങളായി വളർത്തുന്ന ഒരു കാളയാണിത്. പാടം ഒഴുകുന്നതിനും മറ്റും ആവശ്യങ്ങൾക്കും ഈ കാള ഒരുപാട് വർഷമായി അവരുടെ കുടുംബത്തിൽ. എന്നാൽ ഇതെന്നോട് വളരെ സ്നേഹമായിരുന്നല്ലോ, എന്തു പറ്റി ഇപ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറാൻ എന്നൊക്കെ പറഞ്ഞ് അവൻ അവൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അന്നത്തെ രാത്രി അവന് ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥത ഉള്ളതുപോലെ തോന്നി. അടുത്ത ദിവസം അവൻ്റെ അച്ഛനും അമ്മയും വന്ന സമയത്ത് അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. അമ്മ പെട്ടെന്ന് അവനെ അരികിൽ ചെന്ന് ചോദിച്ചു, നീ ഇതുവരെ എണീറ്റില്ലേ? ആടുമാടുകൾക്കൊന്നും ഭക്ഷണം കൊടുത്തില്ലേ? വെള്ളം കൊടുത്തില്ലേ? നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് അവൻ പറഞ്ഞു, എനിക്ക് നല്ല സുഖമില്ല അമ്മേ. ആ സമയത്ത് അമ്മ അവൻ്റെ കവിളിലും നെറ്റിയിലെല്ലാം തൊട്ടു നോക്കിയപ്പോൾ അവന് നന്നായി പനിക്കുന്നുണ്ടായിരുന്നു. അത് ഉടനെ തന്നെ അവൻ്റെ അച്ഛനെ അറിയിച്ചു. അച്ഛൻ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് അവനൊരു മരുന്നൊക്കെ വാങ്ങി നൽകി. അതിനുശേഷം അവൻ്റെ അച്ഛനും അമ്മയും ആ ആടുമാടുകൾക്കൊക്കെ വെള്ളം നൽകി അന്നത്തെ രാത്രി അവർ ഉറങ്ങാൻ ആരംഭിച്ചു. അന്നത്തെ രാത്രി ഏകദേശം 2 മണി ആയപ്പോഴാണ് 3 ലൈൻ പദ്ധതിയിലൂടെ അവരുടെ മോട്ടോർ ഓണായത്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് അമ്മയോട് പറഞ്ഞു, ഞാൻ പാടത്തേക്ക് പോയി വരാം, നീ ഇവിടെ കിടന്നോളൂ, ഞാൻ എല്ലാം റെഡിയാക്കി തിരികെ വരാമെന്ന് പറഞ്ഞ് ആ സമയത്ത് ആ അച്ഛൻ അവിടെ നിന്നും ആ പാടത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. കുറച്ചു സമയങ്ങൾക്ക് ശേഷമാണ് പെട്ടെന്ന് അവൻ്റെ അച്ഛൻ കൈയും കാലും ഒന്നും കഴുകാതെ വീണ്ടും അകത്തേക്ക് ഓടിക്കിതച്ചു വന്നത്. അതിന് അവൻ്റെ അമ്മ ഒരുപാട് വിശദീകരണങ്ങൾ ചോദിച്ചു. നിങ്ങൾ എന്നും വൃത്തിയായിട്ടാണല്ലോ വരാറ്, ഇന്ന് എന്തു പറ്റി ഇങ്ങനെ വന്ന് കിടക്കാൻ? നിങ്ങൾ വേഗം പോയി കൈകാലുകൾ കഴുകി വന്ന് കിടക്കൂ എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എന്നൊക്കെ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ മാധവന്റെ അമ്മയോട് ആ അച്ഛൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അമ്മ അതൊന്നും കേട്ട് വിട്ടുകൊടുത്തില്ല. പെട്ടെന്ന് വീണ്ടും വീണ്ടും എന്തൊക്കെയോ ചോദിച്ചു. ആ സമയത്ത് ആ മാധവന്റെ അച്ഛൻ ഒരു ജനവാതിൽ അരികിൽ ചെന്ന് ആ ജനവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. ആ സമയത്തായിരുന്നു അവൻ്റെ അച്ഛൻ ആ ഒരു വിചിത്രമായ കാഴ്ച കണ്ടത്. മാധവന്റെ അച്ഛനെയും അമ്മയെയും 15 വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടതിന് ശേഷം അവരുടെ തൊടിയിൽ തന്നെയായിരുന്നു അടക്കം ചെയ്തിരുന്നത്. ഏകദേശം ആ ഗ്രാമത്തിലുള്ളവർ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒരുപാട് ഭൂമിയുള്ളത് കാരണം അവരവരുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ ഒരു തൊടിയിൽ തന്നെയായിരുന്നു അടക്കം ചെയ്തിരുന്നതും. അതുപോലെ തന്നെയായിരുന്നു മാധവന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും അവിടെ തന്നെയായിരുന്നു അടക്കം ചെയ്തിരുന്നത്. ജനവാതിലൂടെ അവൻ്റെ അച്ഛൻ കണ്ട കാഴ്ച അവൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സമാധിയിൽ നിന്നും അവർ ആ ഒരു വീടിനെ ലക്ഷ്യമാക്കി എന്തോ പറയാനെന്ന വണ്ണം
അവർ അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് മാധവന്റെ അച്ഛൻ അമ്മയെ വിളിച്ച് ആ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. എന്നാൽ മാധവന്റെ അമ്മയ്ക്ക് ആ ഒരു കാഴ്ച കാണാൻ സാധിച്ചില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചതിന് ശേഷം അടുത്ത ദിവസം മാധവന്റെ അച്ഛൻ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ചെന്ന് അവിടുത്തെ പൂജാരിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ആ പൂജാരിയെ കൂട്ടി അവിടെ നിന്നും വീട്ടിലേക്ക് വരുന്ന സമയത്താണ് മാധവൻ നിൽക്കുന്ന മുറിയിൽ നിന്നും ഒരു എന്ന ഒരു വ്യത്യസ്തമായ ശബ്ദം കേൾക്കാൻ വന്നത്. ആ ഒരു മന്ത്രവാദി അല്ലെങ്കിൽ ആ ഒരു പൂജാരി അവിടേക്ക് കാല് കുത്തിയത് മുതൽ അവന് എന്തൊക്കെയോ ഒരു തെളിഞ്ഞ പിരിയൽ പോലെ അവന് അനുഭവപ്പെട്ടു. ആ ശബ്ദം കേട്ട് മാധവന്റെ അമ്മ ആ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ തികച്ചും ഒരു വ്യത്യസ്തനായ മനുഷ്യനായിരുന്നു. മുഖമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് ഒരു വൃദ്ധനെ പോലെ അവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ മന്ത്രവാദി വരച്ചിരുന്ന കളത്തിലിരുന്നു. എന്നാൽ എത്ര ചോദിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ആ മാധവന്റെ ശരീരത്തിലുള്ള ആത്മാവ് അവൻ ഇങ്ങോട്ട് വന്നതിൻ്റെ അല്ലെങ്കിൽ മാധവന്റെ ശരീരം ലക്ഷ്യമാക്കിയതിൻ്റെ ഒരു കാരണവും പറഞ്ഞില്ല. പെട്ടെന്ന് ആ സമയത്താണ് ആ മന്ത്രവാദി അല്ലെങ്കിൽ ആ അമ്പലത്തിലെ പൂജാരി പറഞ്ഞത് മാധവന്റെ അച്ഛനോട്, നിങ്ങളുടെ ശരീരം ഒരു ആത്മാവിന് വിട്ടു നൽകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമെന്ന്. അങ്ങനെ ആ മന്ത്രവാദി എന്തൊക്കെയോ മന്ത്രങ്ങളിലൂടെ മാധവന്റെ അച്ഛൻ്റെ ശരീരത്തിലേക്ക് അവൻ്റെ അച്ഛൻ്റെ ഏകദേശം അവൻ്റെ മുത്തശ്ശൻ്റെ ആത്മാവിനെ ശരീരത്തിലേക്ക് വിളിച്ചു കയറ്റി. അതിനുശേഷം അവർ തമ്മിലായിരുന്നു സംഭാഷണങ്ങൾ നടന്നിരുന്നത്. മാധവന്റെ മുത്തശ്ശൻ മാധവന്റെ രൂപത്തിൽ കയറിയ പിശാചിന്റെ മുടിയിലെല്ലാം പിടിച്ച് അതിനെ പുറത്തേക്ക് വലിച്ചിട്ടു. ആ സമയത്ത് ആ രൂപം ഒരു കഥ പറഞ്ഞു. പണ്ടുകാലത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു പ്രദേശം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. ആ സമയത്ത് ഇവിടം താമസിച്ചിരുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഞങ്ങൾ. ബ്രിട്ടീഷുകാരുടെ അതിക്രൂരമായ നടത്തിപ്പ് കാരണം ഞങ്ങളിൽ പലരും ഈ നാട് വിട്ടുപോയി. എന്നാൽ ഞാനും എൻ്റെ 5 പെൺമക്കളും ഇവിടെ നിന്നും പോകാൻ തയ്യാറായില്ല. അതിന് പകരമായി ആ ബ്രിട്ടീഷുകാർ എൻ്റെ 5 മക്കളെയും എൻ്റെ കൺമുമ്പിൽ വെച്ച് കൊല ചെയ്ത് എന്നെയും അവർ വധിച്ചു. അതിനുശേഷം ഞങ്ങളെ അടക്കം ചെയ്തത് ആ ഒരു പമ്പ് സെറ്റിൻ്റെ അടുത്തുള്ള വെള്ളത്തിൻ്റെ ടാങ്കിനടുത്തുള്ള ഒരു പ്രദേശത്തായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മാവ് എല്ലാ അമാവാസി പൗർണമി നാളിലും അവിടെ വിഹരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവിടെ ഇത്തരത്തിലുള്ള അമാനുഷികമായ സംഭവങ്ങൾ നടന്നതുകൊണ്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന ചില പുരോഹിതന്മാർ ആ ഒരു ആത്മാവിനെ അവിടെ ആവാഹിച്ച് തളച്ചിരുന്നു. എന്നാൽ ആ ആത്മാക്കൾക്ക് പൗർണമി ദിവസവും അമാവാസി ദിവസങ്ങളിലും ശക്തി ക്ഷയിക്കുന്നത് കാരണം അവർക്ക് അങ്ങോട്ട് ഇറങ്ങി നടക്കാനുള്ള അനുവാദവും നൽകിയിരുന്നു. അങ്ങനെയായിരുന്നു മാധവന്റെ ശരീരത്തിൽ കയറിയ ആ ഒരു ആത്മാവ് അവരോട് വെളിപ്പെടുത്തിയത്. എന്നാൽ മാധവന്റെ അച്ഛൻ്റെ ശരീരത്തിൽ കയറിയ മാധവന്റെ മുത്തശ്ശൻ്റെ ആത്മാവ് ആ ഒരു ആത്മാവിനെ അവിടെ നിന്നും എന്നേക്കുമായി ഒഴിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം മാധവൻ കുഴഞ്ഞു വീണു. പിന്നീട് എപ്പോഴോ ഉണർന്ന സമയത്ത് മാധവന്റെ അച്ഛൻ അവനെ വീണ്ടും വിലക്കി. ആ അമാവാസി പൗർണമി നാളിൽ ആ കാട്ടുവഴിയിലൂടെ അങ്ങോട്ട് പോകരുതെന്ന്. ഇത് എൻ്റെ ഒരു ഫോളോവർ പറഞ്ഞു തന്ന ഒരു യഥാർത്ഥ കഥയാണ്. ഈ കഥ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ കഥ കേരളത്തിലാണ് നടന്നതെന്ന് കൂടി കേട്ടപ്പോൾ എനിക്ക് വിചിത്രമായി തന്നെ തോന്നി. അത് എനിക്ക് നിങ്ങളോട് പറയണമെന്നും തോന്നി. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എപ്പോഴാണോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നത് അതുവരെ ഇതെല്ലാം കെട്ടുകഥകൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം പറയാവുന്നതാണ്. നല്ലൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.